അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശം വാഗ്ദത്ത നിവൃത്തീകരണത്തിന്റെ സന്ദേശങ്ങളാണ്. അത് ഓരോ സന്ദേശവും നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹവും സമാധാനവും സന്തോഷവും കൊണ്ടുവരുന്നു എന്ന് ഞാൻ അറിയുന്നു, വിശ്വസിക്കുന്നു. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ കേട്ട വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്ന മാസങ്ങളും ദിവസങ്ങളും മണിക്കൂറുകളുമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. ആമേൻ. ഒരു വാഗ്ദത്തം ജനത്തിനു വേണ്ടി ദൈവം കൈമാറ്റം ചെയ്തിട്ട് ദൈവം അതിനു വേണ്ടുന്ന ഒരു ഉപാധി പറയുകയാണ്. ആ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ട ഒരു സ്വന്തം ജനമായിരിക്കുമ്പോൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീരുവൻ. ഒരു വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാകണമെങ്കിൽ, അത് സംഭവിക്കണമെങ്കിൽ നമ്മൾ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മ ചെയ്തുകൊണ്ട് തിന്മയെ ജയിക്കുവാൻ ദൈവവചനം ഈ ബൈബിളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നാം കേട്ട വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ, നാം കേട്ട പ്രവചന ശബ്ദം, നാം കേട്ട ദൂതുകൾ നമ്മുടെയും നമ്മുടെ തലമുറയുടെ മേലും സംഭവിക്കണമെങ്കിൽ നാം ആർക്കും ഒരു ദോഷവും ചെയ്യരുത്. നമുക്ക് ആരെങ്കിലും ഒരു ദോഷം ചെയ്താലും പകരം അവർക്ക് എന്ത് ചെയ്യണം? തിന്മ ചെയ്യാതെ അവർക്ക് നന്മ തന്നെ ചെയ്യണം. നിങ്ങളെ നോക്കി പലരും വിമർശിക്കുമായിരിക്കാം, കുറ്റം പറയുമായിരിക്കാം, നിങ്ങളെ പല രൂപത്തിലും നിങ്ങളെ മറ്റുള്ളവരോട് ഇടിച്ചു താഴ്ത്തി സംസാരിക്കുമായിരിക്കാം. പക്ഷേ അതൊക്കെ നിങ്ങൾ അറിഞ്ഞാലും ആ വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കുമ്പോൾ സ്വർഗം നിങ്ങളെ അതിസമർത്ഥമായ രീതിയിൽ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തത്തിന്റെ മേൽ അനുഗ്രഹിക്കപ്പെടുത്തിയിരിക്കും. സ്തോത്രം. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്റെ ശത്രുക്കൾ ഈ ലോകത്ത് കാണുന്ന മനുഷ്യരല്ല, എന്നെ ഉപദ്രവിക്കുന്നവർ എന്റെ ചുറ്റുപാടുള്ള ജനമല്ല. എനിക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരം സ്വർലോകത്തിന്റെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് ഈ ലോകത്തിലെ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് തിരുവചനം ഇങ്ങനെ വളരെ വ്യക്തമായി പറയുന്നു: നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ സൽഗുണപൂർണരായി തീരുവാൻ എന്റെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ തന്നെ നമ്മളും സൽഗുണപൂർണരായി തീരുവാൻ, മറ്റുള്ളവരെ അനുഗ്രഹിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന സ്വന്തം ജനമായതുകൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീരുവൻ. ഇന്ന് പകലിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ മേലൊരു വാഗ്ദത്തം ഉണ്ട്. ആ വാഗ്ദത്തത്തിന് പൂർത്തീകരണം പലതും സംഭവിക്കാത്തത് ഞാൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നില്ല. എപ്പോഴും പല വിശ്വാസികളും വിശ്വാസി സമൂഹവും അവരെ ഉപദ്രവിക്കുന്നവരെ എപ്പോഴും തിരിച്ചു ഉപദ്രവിക്കുന്ന ഒരു സമീപനമാണ് എടുക്കുന്നത്. പക്ഷേ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയണം. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അവിടെയാണ് ക്രിസ്തുവിന്റെ യഥാർത്ഥ ക്രിസ്ത്യാനിത്വം വെളിപ്പെടുന്നത്. അവിടെയാണ് ക്രിസ്തുവിന്റെ മനോഭാവം വെളിപ്പെടുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, കൂടപ്പറപ്പുകളെ, അഭിഷിക്തന്മാരെ, നമ്മൾ ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നാം അനുഗ്രഹിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിപ്പിൻ. നമ്മുടെ ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പിൻ. നമ്മുടെ കൂടെയുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പിൻ. നമ്മുടെ സഹവിശ്വാസികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പിൻ. നമ്മുടെ സഹ ശുശ്രൂഷകന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പിൻ. നമുക്ക് ദോഷം ചെയ്തത് അറിഞ്ഞിട്ടും അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അവരെ അനുഗ്രഹിക്കാനുള്ള ഒരു ദൈവ മനസ്സ് നമ്മുടെ അകത്ത് ഈ ദിവസങ്ങളിൽ ഊരിത്തീരട്ടെ. അങ്ങനെ ഒരു നല്ല മനസ്സ് നമ്മളിൽ പ്രകടമാകുമ്പോൾ നമ്മുടെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, ദൂതുകൾ, പ്രവചന ശബ്ദങ്ങൾ, നമ്മുടെ തലമുറമേലിട്ടിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ സകലതും നിവർത്തിക്കുന്ന നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അതിനായിട്ട്
ഈ ദിവസത്തെ ഒരുക്കി ദൈവസന്നിധിയിൽ ആമേൻ ആമേൻ ഞാൻ എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ചിട്ട് യേശുവേ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ആമേൻ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പകർന്ന് ദൈവിക സ്വഭാവത്തിന്റെ ഉടമയാക്കി മാറ്റണമേ, എൻ്റെ മേലുള്ള സകല വാഗ്ദത്തങ്ങളും നിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ നിങ്ങൾ ആരംഭിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നിങ്ങൾ കേട്ട വാഗ്ദത്തങ്ങൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാപിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you.